ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. മണ്ണാർക്കുഴിയാണ് പ്ലേസ്. ഇന്ന് പപ്പായും മമ്മിയും ഞാനും അച്ചാച്ചനും ഞങ്ങളെല്ലാവരും കൂടി ഒരു ഔട്ട്ഡോർ പോവുകയാണ്. രാവിലെ ഞങ്ങൾ ഇറങ്ങി. നമ്മളിന്ന് പോകുന്നത് ഗവി അല്ലേ ചേച്ചാ? പപ്പ എവിടെയാ പോകുന്നത്? പപ്പ നമ്മൾ എവിടോട്ടാ പോന്നേ? മൂഴിയാർ, ആങ്ങമൂഴി, മൂഴിയാർ, കക്കി ഡാം അങ്ങനെയുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടോ. രാവിലെ ഇറങ്ങി. അപ്പം മമ്മി രാവിലെ വണ്ടിയിൽ കയറിയപ്പോ തന്നെ ഒന്ന് വല്ലാതെ വരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. മമ്മി ഒന്നും കഴിച്ചില്ല രാവിലെ. ഞങ്ങൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം മമ്മി രാവിലെ ചുയിങ്കൊക്കെ ചവച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മന്ന ബേബി. ഹായ് പറഞ്ഞേ. മന്ന ബേബി രാവിലെ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ഇരിക്കുകയാണ്. ഒരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് ബേബിക്ക്. ഈ മന്നയുടെ ഒരു പാട്ടാണ്. മന്ന പാടിക്കോ. എല്ലാവരുടെയും പാട്ട് ബാബ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി വൂൾ. മന്ന പാടുന്ന ബാബ ബ്ലാക്ക് ഷീപ്പ് തവളാച്ചി. തവളാച്ചി എന്താന്ന് നമുക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ ശബരിമല സീസൺ ആയതുകൊണ്ട് റോഡൊക്കെ കുറച്ച് റഷാണ്. നമുക്ക് എവിടെ നോക്കിയാലും മറ്റേ അയ്യപ്പ ഭക്തന്മാരെ പിന്നെ അവര് പോകുന്ന വണ്ടികളും ആ റോഡൊക്കെ കുറച്ച് റഷായിട്ട് കാണാൻ സാധിക്കും. മന്ന രാവിലെ കോക്കോമിലൻ വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയ റോഡ് നമുക്ക് കണ്ടോളൂ. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുവാണ്. ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ലാഹ വഴിയാണ് പോകുന്നത്. ലാഹ. അപ്പം നമ്മൾ വടശ്ശേരിക്കര, പെരുന്നാട്, ലാഹ റൂട്ട് വഴി കക്കി ടു ഗവിയാണ് നമ്മളുടെ പ്ലാനിങ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ലാഹ റൂട്ട് കയറി വരുന്നൊരു റോഡാണിത്. ഇവിടെ കൂടുതലും അയ്യപ്പന്മാരുടെ വണ്ടികളാണ് ഈ സൈഡിൽ കൂടെ പോകുന്നത്. ഓൾ സ്റ്റേറ്റ്, അനദർ സ്റ്റേറ്റ്സ് ലൈക്ക് ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ആ സ്റ്റേറ്റിൽ നിന്നുള്ള ഒത്തിരി അയ്യപ്പ ഭക്തന്മാർ ഈ റോഡിൽ കൂടെ പോകുന്നത് നമുക്ക് കാണാം. ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. പപ്പ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ലാഹ റൂട്ടാണ്. ഫോറസ്റ്റ് ഏരിയ ആണ്, ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ ചെറിയ ചെറിയ കുടിലുകളൊക്കെ വെച്ചിട്ട് അതിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ ഉൾവനത്തിലുള്ള കൊച്ചു കൊച്ചു കുടിലുകളാണ്. ഇത് ഗവൺമെൻറ് ഇവർക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന വീടുകളാണ്. ഇവിടെ താമസിക്കുന്നവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇവരിവിടെ നിന്ന് ഉൾക്കാട്ടിലോട്ട് കയറിപ്പോവും. കാട്ടിൽ കയറിപ്പോയിട്ട് അവരവിടെ നിന്ന് മറ്റേ കറുകപ്പട്ട, തേന്, കുന്തിരിക്കം ഇതൊക്കെ ശേഖരിച്ചുകൊണ്ട് വരുന്നതാണ് ഇവരുടെ ജോലി. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ വീടുകൾ. ഇത് നമ്മളിവിടെ കണ്ടൊരു അമ്മച്ചിയാണ്. നല്ല പ്രായമുണ്ട്. ഐ തിങ്ക് ഒരു 70 years അബോ തോന്നിക്കും അമ്മച്ചിയെ. ഇവർ യൂസ് ചെയ്യുന്ന ഭാഷയൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. പ്രോപ്പർ മലയാളം അല്ല. പിന്നെ അവരുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ഒരു കൊച്ചു തോട് പോലെ കാണുന്ന ഒരു ഫ്ലോയാണത്. നമുക്ക് നോക്കിയപ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. ആ സൈഡിലേക്ക് നോക്കിയപ്പം അവിടെ നിറയെ ആ മരത്തിലെല്ലാം മങ്കീസ്, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മങ്കി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മരങ്ങൾ കയറി കളിക്കുകയാണ്. മരത്തിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കായ്കളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ പൊട്ടിച്ച് തിന്നുന്നൊക്കെയുണ്ട്. അപ്പം അവർ നമ്മളെ ആൾക്കാരെ കാണുമ്പോൾ അവരിങ്ങനെ കൂടുതൽ എക്സൈറ്റ്മെൻറ്റിലോട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കുകയാണ്.
നമ്മൾ ഇവരുടെ അടുത്തൊന്നും പോയി അധികം നിൽക്കാൻ പാടില്ല. കാരണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അങ്ങനെ നമുക്ക് സാധനങ്ങൾ പിന്നെ നഷ്ടമാവും. പിന്നെ നമുക്ക് ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. അതെന്തൊക്കെയോ പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ മങ്കി. കുറേ മങ്കീസ് ഉണ്ടായിരുന്നു അവിടെ. നമ്മളീ പോകുമ്പം കാണുന്നത് റോഡിൻ്റെ 2 സൈഡും നിറയെ ഫോറസ്റ്റാണ് കാണുന്നത്. അത് വലിയ 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 മരങ്ങളും അതിൻ്റെ അകത്ത് നിറയെ കുരങ്ങന്മാരൊക്കെ ഒത്തിരി ഉണ്ട്. പല പല ടൈപ്സ് കുരങ്ങന്മാരുണ്ട് കേട്ടോ. പിന്നെ മമ്മിയും മന്ന ബേബിയും ഭയങ്കര ടയേർഡായി. അവരിങ്ങനെ കിടന്നു കുഞ്ഞുറങ്ങി. മമ്മിക്കും ടയേർഡ്നെസ്സായി. മമ്മി ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഇത് നമുക്ക് ചെക്ക് പോസ്റ്റിലെത്തി. ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് ഉള്ളിലോട്ട് പോകണമെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ കയ്യിൽ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ പോകുന്ന വണ്ടിയുടെ നമ്പർ, നമ്മൾ എത്ര പേരാണ് പോകുന്നത്, ഓരോരുത്തരുടെ പേര്, അവരുടെ മൊബൈൽ നമ്പർ, അങ്ങനെ നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യണം. പിന്നെ പെർ ഹെഡ് 100 റുപ്പീസാണ് നമ്മളവിടെ പേ ചെയ്യേണ്ടത്. നമ്മൾ 4 പേർക്ക് 400 റുപ്പീസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള പാസ് അവർ തരുന്നത്. ഈ സമയം മന്ന ബേബി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മന്ന ബേബിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇത് നമ്മൾ നിന്ന് ആ റോഡിൻ്റെ താഴ്വശത്തുള്ള ഒരു ചെറുതല്ല, അത്യാവശ്യം ഒരു വലിയ പുഴ പോലെ ഇങ്ങനെ ഫ്ലോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒത്തിരി ഇഷ്ടമായി മന്ന ബേബിക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേനും ഞങ്ങളും ജസ്റ്റ് ചാടി ഇറങ്ങി അതിനകത്ത്. എനിക്ക് പേടിയൊന്നുമില്ല. ആസ് യൂഷ്വൽ ഞാൻ ഇതൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതിൻ്റെ പേടിയില്ല. അച്ഛനും പേടിയില്ല. മന്നബേബിക്ക് ഭയങ്കര പേടി. അവൾ വെള്ളമൊക്കെ ഫസ്റ്റ് ടൈം കാണുമല്ലേ. ഞങ്ങൾ വെള്ളത്തിലോട്ടൊന്ന് അവളെ ഇറക്കാൻ നോക്കി. അവൾ പക്ഷേ എൻ്റെ തോളിൽ നിന്ന് ചാടുന്നില്ല, താപ്പോട്ട് ഇറങ്ങുന്നില്ല. എന്നെ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക. മന്നബേബിക്ക് പേടിയായിട്ട് ആ വെള്ളമൊക്കെ ഭയങ്കര പേടിയായി. ഞാനിന്നെ അവളെങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന് ഇറക്കി വിട്ടില്ല. നല്ല വ്യൂ ആയിരുന്നു. ആക്ച്വലി നല്ല തണുത്ത വെള്ളമായിരുന്നു. നല്ല രസമായിരുന്നു ആ വെള്ളത്തിൻ്റെ ഒരു ഫീല്. ഞങ്ങൾ പിന്നെ കയറി വേഗം തന്നെ നമുക്ക് എത്രയും വേഗം നമുക്ക് കുറേ ഇൻസൈഡ് ഫോറസ്റ്റ് ഓൾമോസ്റ്റ് 5 hours ജേർണി ഉണ്ട്. 5 hours കംപ്ലീറ്റ്ലി ത്രൂ ഫോറസ്റ്റിൽ കൂടെയുള്ള യാത്രയാണ്. അപ്പം നമുക്ക് ആ യാത്രയിൽ തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കാരണം 2 സൈഡ് ഫോറസ്റ്റ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളച്ചാട്ടം. ഇതാണ് നമ്മൾ പോയ വഴിയിൽ കണ്ട ഒരു വെള്ളച്ചാട്ടമാണ്. അതൊരു പുഴ, നല്ലൊരു പുഴയാണ്. ഇതിൻ്റെ അകത്ത് ഈ ഫോറസ്റ്റിനകത്ത് ഞങ്ങൾ ഓൾമോസ്റ്റ് 8 ഡാം കണ്ടു. 8 ഡാമും ആ ഏരിയ ഒക്കെ കംപ്ലീറ്റ്ലി ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡാമിൻ്റെ ഏരിയയിലെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോഴാണ് റോഡിൻ്റെ നടുക്കൊരു കൊമ്പനാന നിൽക്കുന്നു. അപ്പം നമ്മുടെ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തവർ. പിന്നെ ഇതെന്ന് പറയുന്നത് വലിയ കക്കി ഡാമിൽ നിന്ന് വാട്ടർ ഫ്ലോ ചെയ്യുന്ന വലിയ പമ്പുകളാണ്. ഇതിൽ കൂടെയാണ് അവർ ഈ സോളാറിന് വേണ്ടി വാട്ടർ പമ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വ്യൂ ആണ്. അത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് പെട്ടെന്ന്. ഇതിങ്ങനെ വലിയൊരു മല കംപ്ലീറ്റ്ലി ഇളകിപ്പോയ ഒരു ലുക്കാണ്. കാരണം ഇവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. ഇത് പിന്നെയുള്ള ചെറിയ ചെറിയ മലനിരകളാണ്. ഇവിടേക്കാണ് ആനകൾ പുല്ല് മേയാൻ വരുന്ന വ്യൂ ആണിതൊക്കെ. ഒരുപാട് ആനകൾ ഈ സൈഡിൽ പുല്ല് മേയാൻ വേണ്ടി ഇറങ്ങും. പക്ഷെ നമ്മളിപ്പോൾ വന്ന വഴിക്ക് നമ്മൾ ഒരു ആനയെ കണ്ടുള്ളൂ. ഇത് കണ്ടോ, ഇത് കക്കി ഡാമിൻ്റെ വ്യൂ ആണ്. ഫുള്ള് ആ ഏരിയ ആണ്. ആ മല, നമ്മൾ ഇച്ചിരി മുമ്പേ കണ്ട മലയില്ലേ, അതിൽ നിന്ന് ആനകൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുല്ലൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഈ റോഡ് ക്രോസ് ചെയ്ത്, മേളിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് താഴെ വന്നിട്ട് അവർ കംപ്ലീറ്റ്ലി താഴെ ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന ആ ഏരിയയിൽ പോയാണ് അവർ വെള്ളം കുടിക്കുന്നത്. ആനയൊക്കെ ചവിട്ടി
ആന ചവിട്ടി പോകുന്ന വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഫുള്ള് കണ്ടോ ഇങ്ങനെ പാറക്കെട്ടുകളാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഒച്ച എക്കോ ആയിട്ട് കേൾക്കാമെന്നാണ് അച്ചച്ചൻ പറയുന്നത്. അച്ചച്ചൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഈ പ്ലേസിൽ. അപ്പം നമുക്കിങ്ങനെ എക്കോ ഈ മലയിൽ തട്ടി ആ മലയിൽ തട്ടി അങ്ങനെ മൂന്നായിട്ട് നമുക്ക് എക്കോ കേൾക്കാം. അച്ചച്ചൻ വന്നേ, അച്ചാച്ചനൊന്ന് ഊതി കേൾപ്പിക്കും, അല്ല അന്ന് അലച്ച് കേൾപ്പിക്കും കേട്ടോ. കേട്ടാ അച്ഛൻ ഇങ്ങോട്ട് വന്നേ. ഞാനൊന്ന് അലക്കിട്ടെ, ക്യാമറ അങ്ങോട്ട് പിടിച്ച് അവിടെ നിന്നായിരിക്കും എക്കോ കേൾക്കുന്നത്. ഈ പാറയുടെ പേര് എക്കോ പാറ എന്നാണ്. എക്കോ പാറ ഞങ്ങൾക്ക് പേരൊന്നും അറിയില്ല, ജസ്റ്റ് ഇപ്പം ബസ്സിൽ വന്നവർ പറഞ്ഞ കേട്ടതാണ് എക്കോ പാറ. നന്ന ഹായ് പറഞ്ഞേ, ഈ ക്യാമറ നോക്കി പറ ഹായ്. ഹൗ ആർ യു ഓൾ? ഇത് കണ്ട് ഇവിടെ ഒരു പട്ടീനെ കണ്ടിട്ട് മമ്മി അതിന് ഫുഡ് കൊടുക്കുക. മമ്മിക്ക് പട്ടിയോടും പൂച്ചയോടും ഒക്കെ ഭയങ്കര ക്രൈസാ. അച്ചാ നമ്മുടെ കാറ് സേ ഹായ്. ഹായ്. അടുത്ത് നമ്മൾ കയറുന്ന സ്ഥലത്തിന്റെ പേരാണ് കൊച്ചുപമ്പ. കൊച്ചുപമ്പ അല്ലേ? സോറി, ആനത്തോട് എന്നാണ്. ഉണ്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുക. രണ്ട് മല തമ്മില് ജോയിൻ ആവുന്നതിന്റെ ഇടയ്ക്കാണ് ഈ വെള്ളക്കെട്ട് കേട്ടോ. പന്നി അതോ ഗവിയിലെത്തി നമ്മള്. ഇപ്പൊ നമുക്ക് ഇവിടെ മയിലിനെ ഒക്കെ കാണാം. കണ്ടോ, നമ്മളിപ്പം നിൽക്കുന്നത് ഗവിയിലാണ്. ഗവിയിലെ ഡാമൊക്കെയാണ് ഈ കാണുന്നത്. ഈ ഏരിയ ഫുള്ള് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. അതുകൊണ്ടാണ് ഡാമും അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കാത്തത്. പിന്നെ നല്ലൊരു വ്യൂ ആണ്, നല്ല കൂൾ കാറ്റാണ് ഇവിടെ നിന്ന് എപ്പോഴും കിട്ടുന്നത് കേട്ടോ. നല്ല അടിപൊളി എൻവയോൺമെൻ്റ് ആണ്. പിന്നെ നമ്മൾക്ക് ഗവിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന വ്യൂവിൽ കണ്ടതാണ് ഒരു കാട്ടുപോത്ത് അവിടെ നിന്ന് ഇങ്ങനെ അത് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ആ ഏരിയ നിൽക്കുമ്പോൾ ഭയങ്കര പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ കാട്ടുപോത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. ഇറ്റ്സ് ഡേഞ്ചർ ദാൻ എലിഫൻറ്റിനേക്കാളും ഡേഞ്ചറാണ് കാട്ടുപോത്ത്. അപ്പം നമ്മളവിടെ അനങ്ങാണ്ട് നിൽക്കുകയാണ്. ഇതെങ്ങാനും തിരിഞ്ഞ് നമ്മളെ കണ്ടാൽ ഇത് ഉറപ്പായും നമ്മുടെ നേരെ ചീറ്റി പാഞ്ഞു വരും. അതോർത്ത് ഞങ്ങളിങ്ങനെ പേടിച്ച് ആ സൈഡിൽ അനങ്ങാണ്ട് നിൽക്കുകയാണ്. കാറിൽ തന്നെയാണ് ഇരുന്നത്, പുറത്തിറങ്ങിയിട്ടില്ല. ഭയങ്കര ഒരു വലിപ്പമുള്ളൊരു കാട്ടുപോത്താണത്. ഓൾമോസ്റ്റ് ലൈക്ക് 200 kg വരും, അതിലും കൂടുതൽ വരും. കണ്ടോ അതിൻ്റെ ദേഹമൊക്കെ കണ്ടോ, നല്ല മിനിങ്ങി നിൽക്കുന്നത്. അതവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു മൃഗങ്ങളെ നമ്മൾ ഡിസ്റ്റർബൻസ് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്താൽ അത് വയലൻ്റ് ആവും, പിന്നെ അത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. സോ നമ്മൾ പിന്നെ കുറച്ച് നേരം നിന്ന് അതിനെ കണ്ടു, പിന്നെ ഞങ്ങൾ പോവാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഇത് ഗവിക്ക് ഉള്ളിലുള്ളതാണ്. ആദിവാസി കുട്ടികളാണ്. അവരിങ്ങനെ ബസ്സും വണ്ടികളൊക്കെ വരുമ്പോഴത്തേനും താഴെ നിൽക്കും, ആ റോഡിൻ്റെ സൈഡിൽ നിൽക്കുക, ഫുഡൊക്കെ
പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ബസ്സിലെ ആൾക്കാർ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. നമ്മളിപ്പോൾ ഗവിയിൽ നിന്ന് നേരെ കുമളി റൂട്ടിലോട്ട് കയറി. കുമളി റൂട്ടിൻ്റെ ബോത്ത് സൈഡ് ഫുള്ള് AVT പ്ലാന്റേഴ്സിൻ്റെ തേയിലത്തോട്ടങ്ങളാണ്. നമുക്ക് നല്ലൊരു നമ്മളിപ്പോൾ ഒരു മാതിരി കാണുമ്പോൾ നമുക്ക് കാണാം 2 സൈഡ് നിറയെ തേയിലത്തോട്ടങ്ങളാണ്. നമുക്കവിടെ വലിയ തേയിലയുടെ ഡിപ്പോ ഉണ്ട്. അവിടെ നമുക്ക് തേയില തൂക്കി വാങ്ങാൻ പറ്റും. നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ഓൾറെഡി. സോ നമ്മളിങ്ങനെ കണ്ടോ, തേയിലയാണ് ബോത്ത് സൈഡിൽ കാണുന്നത്, തേയിലത്തോട്ടങ്ങളാണ്. നല്ല ഒരു വ്യൂ ആണ്. നല്ല അറ്റ്മോസ്ഫിയറും നല്ലതാണ്. നല്ല തണുത്ത കാറ്റും നല്ലൊരു ഫീലിംഗ്, വെരി കൂൾ. ഓക്കെ, പിന്നെ നമ്മൾ ഈ പോകുന്ന വേയിൽ തന്നെ നമ്മൾ തേയില വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിപ്പോയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തേയിലയ്ക്കൊക്കെ നല്ല ലാഭമാണ് ഇവിടെ. നമ്മൾ 1 kg തേയില വാങ്ങി, 1 മീൻസ് 2 kg തേയില വാങ്ങി. 1 kgക്ക് 160 റുപ്പീസേ ഉള്ളൂ ഇന്ത്യൻ മണി. സോ ഞങ്ങൾ 2 kg വാങ്ങി. അങ്ങനെ നമ്മുടെ ഗവി ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഓൾ ലൈക്ക് 13 hours ഒരു ട്രിപ്പായിരുന്നു. ഫ്രം മോർണിംഗ് 7:30 AM ടു കണ്ടിന്യൂസ് നൈറ്റ്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ഒരു 9 PM ആയി. അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അങ്ങനെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്.